ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആമസോൺ കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കൊണ്ടാണ് ഗൈസ്. നിഗൂഢതകൾ നിറഞ്ഞ ആമസോൺ വനം ഒരു വിവരണാതീതമായ പ്രഹേളിക പോലെയാണ്. കോടിക്കണക്കിന് ഏക്കറുകളായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനം ലോകത്തിലെ ഏറ്റവും വലിയ വനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നതുമാണ്. 9 രാജ്യങ്ങളുടെ അതിർത്തികൾ തൊടുന്ന തരത്തിൽ വിശാലമാണ് ഈ വനം. ആരെങ്കിലും ഈ വനത്തിൽ അകപ്പെട്ടാൽ പുറത്തു കടക്കാൻ ഒരു 5-6 ദിവസമെങ്കിലും എടുക്കും. മാത്രമല്ല, നിങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാകാനും സാധ്യതയുണ്ട്. ഈ കാടിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യൻ ഇറങ്ങാൻ പോലും ചിന്തിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഇതിനെ മഴക്കാടുകൾ എന്നും വിളിക്കാറുണ്ട്. ആമസോൺ വനവുമായി ബന്ധപ്പെട്ട് ആളുകളെ അമ്പരപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുമുണ്ട്. ഈ അമ്പരപ്പിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഗൈസ്. തിളച്ചു മറിയുന്ന നദി. ആമസോൺ വനത്തിൽ എപ്പോഴും വെള്ളം തിളച്ചു മറിയുന്ന ഒരു നദിയുണ്ട്. ആരെങ്കിലും അബദ്ധത്തിൽ അതിലെ വെള്ളത്തിൽ വീണാൽ അയാളുടെ മരണം ഏതാണ്ട് ഉറപ്പാണ്. പെറുവിലെ ഈ നിഗൂഢ നദി 2011 ജിയോളജിസ്റ്റ് ആന്ദ്രേ റൂജോയാണ് കണ്ടെത്തിയത്. ഈ നദിക്ക് ഏകദേശം 1 കിലോമീറ്റർ നീളമുണ്ട്. റുജോയുടെ അഭിപ്രായത്തിൽ അതിലെ വെള്ളം വളരെ ചൂടാണ്. ആ ചൂടിൽ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പോലും കഴിയും. മനുഷ്യനോ മൃഗമോ ഈ നദിയിലെ തിളച്ച വെള്ളത്തിൽ വീണാൽ മരിക്കാനിടയുണ്ട്. വെള്ളത്തിൽ വീഴുന്ന നിരവധി ചെറുജീവികൾ തൽക്ഷണം ചത്തൊടുങ്ങുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നു. നദിയിലെ ജലത്തിൻ്റെ താപനില ഏകദേശം 80 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയപ്പെടുന്നു. ഈ നദി പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. അതിലെ വെള്ളം നിഗൂഢമായി തിളച്ചു മറിയുന്നു. ശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഇതുവരെ എന്തുകൊണ്ടാണ് അതിലെ വെള്ളം ഇത്ര ചൂടാകുന്നത് എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭൂമിയുടെ ലങ്സ് എന്നറിയപ്പെടുന്ന ആമസോൺ കാടുകൾ, അതായത് ഭൂമിയുടെ ശ്വാസകോശമാണ് ഈ ആമസോൺ കാടുകൾ. ആമസോൺ വനത്തെ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് പൊതുവെ വിളിക്കുന്നത്. കാരണം ഭൂമിയിലെ മൊത്തം ഓക്സിജൻ്റെ 20% ഈ വനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. 70 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, അതായത് 1.7 ബില്യൺ ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഭീമാകാരമായ വനം എന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഈ ഒരൊറ്റ വനം 9 രാജ്യങ്ങളുടെ അതിർത്തിയിൽ സ്പർശിക്കുന്നു എന്നതിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ വിശാലത കണക്കാക്കാൻ സാധിക്കും. മനുഷ്യനെ കൊല്ലുന്ന പ്രാണികളുള്ള ആമസോൺ കാടുകൾ. ഈ വനം എത്രത്തോളം മനോഹരമാണോ അതുപോലെ തന്നെ നിഗൂഢവുമാണ്. ഈ കാട്ടിൽ കടന്ന് വഴി തെറ്റിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ വലിയ വനത്തിൽ 16,000-ലധികം ഇനം മരങ്ങളും ചെടികളും ഉണ്ടെന്നറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. 25 ലക്ഷത്തിലധികം ഇനം പ്രാണികളും ഈ കൊടുങ്കാട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഇവയിൽ ചില പ്രാണികളെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള അത്ര വിഷവുമുണ്ട്. അനാക്കോണ്ടയുള്ള ആമസോൺ കാടുകൾ. അനാക്കോണ്ടയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കണമല്ലോ. ആമസോൺ കാടുകളിലെ നദികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഭീമൻ പാമ്പുകളാണ് ഇവ. ഇതുകൂടാതെ പിരാന പോലുള്ള അപകടകരമായ മത്സ്യങ്ങളും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈൽ മത്സ്യങ്ങളും ഈ നദികളിൽ കാണപ്പെടുന്നുണ്ട്. പലതരം മാരക രോഗങ്ങൾ പരത്തുന്ന വാമ്പയർ വവ്വാലുകളും ഈ വനത്തിൽ കാണപ്പെടുന്നു. ഈ വനത്തിൽ പോകുന്നത് മരണത്തിൻ്റെ വായിൽ പോകുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. മനുഷ്യർ വസിക്കുന്ന ആമസോൺ കാടുകൾ. എന്നിരുന്നാലും മനുഷ്യർ ഈ വനത്തിൽ വസിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതരുത്. 500-ലധികം ഗോത്രവർഗ്ഗങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഈ ഇനങ്ങളിൽ 50% പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തവയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട്, അതായത് 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആമസോൺ വ്യാപിച്ചു കിടക്കുന്നത്. ആമസോൺ വളരെ സാന്ദ്രമായതിനാൽ പ്രകാശത്തിന് വരെ ചില സ്ഥലങ്ങളിൽ എത്താൻ കഴിയില്ല. ആമസോൺ കാടുകൾ വളരെ നിബിഡമാണ്. അതിൻ്റെ പല ഭാഗങ്ങളിലും വെളിച്ചം എത്തത്തേയില്ല. ആമസോൺ വനത്തിൻ്റെ 60% ബ്രസീലിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. 13% പെറുവിലും ബാക്കിയുള്ള പങ്ക് കൊളംബിയ, വെനിസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരീനാം, ഫ്രഞ്ച് ഗയാന എന്നിവിടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വളരെ അപകടകരമായ ആമസോൺ കാടുകൾ.
ദൂരെ നിന്ന് നോക്കുമ്പോൾ ആമസോൺ വനം പച്ചപ്പ് നിറഞ്ഞതും മനോഹരവുമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അത് അപകടകരമാണ്. മനുഷ്യന് നിമിഷ നേരം കൊണ്ട് കൊല്ലാൻ കഴിയുന്ന നിരവധി മരങ്ങളും ചെടികളും മൃഗങ്ങളും ഈ കാട്ടിലുണ്ട്. ഉറുമ്പുകൾ പോലും ജീവനെടുക്കും. ആമസോൺ വനത്തിലെ വലിയ മൃഗങ്ങളെക്കാൾ അപകടം ഉറുമ്പുകളാണ്. തങ്ങളെക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരാളുടെ ജീവൻ പോലും അപഹരിക്കുന്ന തരത്തിൽ അപകടകാരികളാണ് ഇവിടെ കാണപ്പെടുന്ന ബുള്ളറ്റ് ഉറുമ്പുകൾ. അപകടകാരികളായ നിരവധി ചിലന്തികളെ ആമസോൺ വനങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിലൊന്നാണ് ടെരാൻറ്റുല ചിലന്തി. ഈ ചിലന്തി വളരെ അപകടകാരിയാണ്. അത് മനുഷ്യൻ്റെ കണ്ണിലെങ്ങാൻ തൊട്ടാൽ ഒരു നിമിഷം കൊണ്ട് കണ്ണ് പൊട്ടിത്തെറിച്ചു പോകുമെന്നാണ് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.